90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. നമസ്കാരം. ഹണ്ടർ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോവിഡിനെതിരെ വാക്സിൻ പ്രതിരോധം തീർത്ത് രാജ്യത്ത് വാക്സിനേഷന് തുടക്കം. ഏറെ നാളത്തെ ചോദ്യത്തിന് ഉത്തരമായെന്ന് പ്രധാനമന്ത്രി. 3 മാസത്തിനുള്ളിൽ 30 കോടി ആളുകളിൽ വാക്സിൻ എത്തിക്കും. രാജ്യത്ത് തുടക്കമായത് ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ ദൌത്യത്തിന്. സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ. കുത്തിവയ്പ്പെടുക്കാൻ 3 ലക്ഷം ആരോഗ്യ പ്രവർത്തകർ. വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാവർക്കും നൽകുമെന്ന് ആരോഗ്യമന്ത്രി. പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള ദുഷ്പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്ന് ആരോഗ്യവകുപ്പ്. ഒരു വിഭാഗം KSRTC ജീവനക്കാർക്കെതിരെ ഗുരുതര ആരോപണവുമായി MD ബിജു പ്രഭാകർ. ടിക്കറ്റ് മെഷീനിലും ലോക്കൽ പർച്ചേസിലും വ്യാപക തട്ടിപ്പ്. പഴയ ടിക്കറ്റ് നൽകി പണം തട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. സാമഗ്രികൾ വാങ്ങുന്നതിൽ കമ്മീഷൻ ഇടപാടുകൾ. CNGയെ എതിർക്കുന്നത് ഡീസൽ വെട്ടിപ്പ് തുടരാൻ ആഗ്രഹിക്കുന്നവരെന്നും വിമർശനം. KSRTCയിൽ 7000-ഓളം അധിക ജീവനക്കാരെന്നും MDയുടെ വെളിപ്പെടുത്തൽ. തൊഴിലാളികൾക്കെതിരായ KSRTC MD ബിജു പ്രഭാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ CITU. ബിജു പ്രഭാകരന്റേത് അനുചിത പ്രസ്താവനയെന്ന് എളമരം കരീം MP. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിന് നടപടിയെടുക്കാം. KSRTCയിലെ സാമ്പത്തിക പ്രശ്നത്തിൽ ഉത്തരവാദികൾ തൊഴിലാളികളല്ലെന്നും എളമരം കരീം. തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുമെന്ന് INTUC. KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ശ്രീകുമാറിന് സ്ഥലം മാറ്റം. നടപടി MD ബിജു പ്രഭാകർ 100 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ. പോക്സോ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ജീവനക്കാരനെ തിരിച്ചെടുത്ത വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫിനെതിരെയും നടപടിയുണ്ടാകും. ഡോളർ കടത്ത് കേസിൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. ഷൈനെ ഹക്കിന് കസ്റ്റംസ് നോട്ടീസ് നൽകി. 19-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. നീക്കം സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ, ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും നാളെയെത്തും. സോണിയാഗാന്ധിയുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച. പാലാ സീറ്റിനെ ചൊല്ലി NCP ഉയർത്തിയ പ്രശ്നങ്ങൾ ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് കാനം രാജേന്ദ്രൻ. ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലെത്തിയത് ഗുണം ചെയ്തെന്നും കാനം രാജേന്ദ്രൻ 24നോട്. സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകില്ലെന്ന് ആവർത്തിച്ച് TP പീതാംബരൻ. CPIയിലെ സ്ഥാനാർത്ഥി ചർച്ച ഫെബ്രുവരിയിൽ. ജനതാദൾ ലോക് താന്ത്രിക് ജനതാദൾ ലയനം യാഥാർത്ഥ്യത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മാസം തന്നെ ലയനമുണ്ടാകുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. നിയമസഭാ സീറ്റുകളെ സംബന്ധിച്ച് ഇരു പാർട്ടികളും ധാരണയിലെത്തിയതായും സൂചന. മദ്യവിൽപ്പനയ്ക്കായി ബെവ്ക്യൂ ആപ്പ് ഒഴിവാക്കി സർക്കാർ ഉത്തരവ്. നാളെ മുതൽ ടോക്കൺ ഇല്ലാതെ വിൽപ്പനശാലകളിൽ നിന്ന് മദ്യം വാങ്ങാം. ബെവ്ക്യൂ ആപ്പ് പിൻവലിക്കണമെന്ന് ബിവറേജ് കോർപ്പറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രക്ഷോഭം തുടരുന്നതിനിടെ കർഷക നേതാക്കൾക്ക് NIA നോട്ടീസ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് 4 നേതാക്കൾക്ക് നോട്ടീസ്. നടപടി നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി തടയാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന് നോട്ടീസ് ലഭിച്ച ബൽദേവ് സിംഗ് സിർസ. മുസ്ലിം ലീഗിന്റെ മണ്ണാർക്കാട് സീറ്റിൽ അവകാശവാദവുമായി യൂത്ത് കോൺഗ്രസ്. മണ്ഡലം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് കത്ത്. ആവശ്യം പട്ടാമ്പി സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് രംഗത്ത് വന്നതിനു പിന്നാലെ. സംസ്ഥാനത്ത് 5960 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 64,000-ലധികം സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.18%. 27 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3442. രാജ്യത്തെ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. കർദിനാൾമാരായ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ജോർജ് ആലഞ്ചേരി, ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ എന്നിവർ പ്രധാനമന്ത്രിയെ കാണും. കൂടിക്കാഴ്ചയിൽ മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയും പങ്കെടുക്കും. റവറന്റ് ഡോക്ടർ സാബു K ചെറിയാൻ CSI സഭ മധ്യ കേരള മഹാ ഇടവക അധ്യക്ഷൻ. നിയമനം ബിഷപ്പ് തോമസ് K ഉമ്മൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന്. മധ്യ കേരള മഹാ ഇടവകയുടെ 13ാമത്തെ അധ്യക്ഷനാണ് റവറന്റ് ഡോക്ടർ സാബു K ചെറിയാൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പാപ്പാനെ ആന കുത്തിക്കൊന്നു. 2ാം പാപ്പാൻ വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. സംഭവം സ്വകാര്യ പുരയിടത്തിൽ നിന്ന് ആനയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ.
സംസ്ഥാന ബജറ്റിൽ മഹാകവി അക്കിത്തത്തെ അവഗണിച്ചെന്ന പരാതിയുമായി BJP. അക്കിത്തത്തിന് സ്മാരകം നിർമ്മിക്കാൻ ബജറ്റിൽ പണം നീക്കിവെക്കാത്തത് നന്ദികേടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MG രമേശ്. ദേശീയവാർത്തകൾ. രാജ്യത്ത് കോവിഡ് വാക്സിനേഷന്റെ ആദ്യ ദിനം വിജയകരമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. 1,67,000-ലധികം പേർ ഇന്ന് വാക്സിൻ സ്വീകരിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ രാജ്യം വിജയപാതയിലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി. 9ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെ കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ കർഷക സംഘടനകൾ. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി അടക്കമുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 16,977 പോസിറ്റീവ് കേസുകളും 175 മരണവും. ഇതുവരെ രാജ്യത്ത് 1,05,42,000-ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജോലിക്കായി വിദേശ രാജ്യങ്ങളിലെത്തി താമസിക്കുന്ന ജനതയിൽ ഇന്ത്യ ഒന്നാമത്. അന്താരാഷ്ട്ര മൈഗ്രേഷൻ റിപ്പോർട്ട് 2020 അനുസരിച്ചാണ് ഇന്ത്യ റെക്കോർഡ് നേട്ടത്തിലെത്തിയത്. പുതിയ സംരംഭകർക്കായി 1000 കോടിയുടെ മൂലധന സഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംരംഭക മേഖലയിൽ യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി. തെരഞ്ഞെടുത്ത സ്റ്റേഷനുകളിൽ കാറ്ററിംഗ് സേവനം പുനരാരംഭിക്കാൻ അനുമതി നൽകി റെയിൽവേ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ കർശന നിർദ്ദേശം. ആവശ്യമറിയിച്ച് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ നൽകിയ കത്തിനെ തുടർന്നാണ് നടപടി. കോവിഡിനെതിരെ രാജ്യം നടത്തിയത് ശക്തമായ പോരാട്ടമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മനുഷ്യരാശി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കോവിഡ്. കോവിഡ് പ്രതിരോധത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം നടത്തിയത് അഭിമാനകരമായ മുന്നേറ്റമെന്നും അമിത്ഷാ. അതിശൈത്യത്തെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ഒരു സർവീസ് റദ്ദാക്കി. 4 സർവീസുകൾ വൈകിയെന്നും എയർപോർട്ട് അധികൃതർ. രാജ്യത്ത് ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 116ആയി. പുതുതായി 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഡൽഹിയിൽ 299 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 397 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 2691 പേർ. ബീഹാറിലെ ഇൻഡിഗോ മാനേജർ രൂപേഷ് സിംഗിന്റെ കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്. കുറ്റവാളികളെ പിടികൂടാൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്ന് വിമർശനം. പുതുച്ചേരിയിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ഈ മാസം 18-ന് ചേരും. കോവിഡ് വ്യാപനത്തിന് ശേഷം ചേരുന്ന ആദ്യ സഭാ സമ്മേളനമാണിത്. സ്ത്രീ സുരക്ഷ കണക്കിലെടുത്ത് ഡൽഹിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ. നിർദ്ദേശം സ്ത്രീ സുരക്ഷ സംബന്ധിച്ച അവലോകന യോഗത്തിൽ. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ എടുക്കണമെന്നും നിർദ്ദേശം. ഹരിയാനയിൽ ഷോപ്പിംഗ് മാളുകളിൽ കിയോസ്കുകൾ വാഗ്ദാനം ചെയ്ത് 3 കോടി തട്ടിയയാൾ പിടിയിൽ. ഗുരുഗ്രാം സ്വദേശി ശശാങ്ക് ജെയിനാണ് അറസ്റ്റിലായത്. 78 പേർ തട്ടിപ്പിന് ഇരയായെന്ന് പോലീസ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ സൈന്യത്തിന്റെ പ്രവർത്തനം രാജ്യത്തിന്റെ മനോവീര്യം വർദ്ധിപ്പിച്ചെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സൈനികർ രാജ്യത്തിന്റെ അഭിമാനമാണെന്നും പ്രതിരോധ മന്ത്രി. കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച ഇന്ത്യക്ക് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം. WHO റീജിയണൽ മേധാവി ട്വിറ്ററിലൂടെ അഭിനന്ദനം അറിയിച്ചു. ജമ്മുകശ്മീരിൽ ഭീഷണി പോസ്റ്ററുകൾ ഒട്ടിച്ച കേസിൽ 5 തീവ്രവാദികൾ അറസ്റ്റിൽ. ടാലിലെ സീർ ബച്ചകണ്ഠ ഗ്രാമങ്ങളിലാണ് ഭീഷണി പോസ്റ്ററുകൾ പതിച്ചത്. 2020 മൂന്നാം പാദത്തിൽ HDFC ബാങ്കിന്റെ വരുമാനത്തിൽ വർധനവെന്ന് റിപ്പോർട്ട്. വരുമാനം 14.36% വർദ്ധിച്ച് 8,760 കോടിയിലെത്തിയതായി HDFC അറിയിച്ചു. കർണാടകയിലെ ദർവാദിൽ മിനി ബസും ടിപ്പറും കൂട്ടിയിടിച്ച് 13 മരണം. അവധി ആഘോഷിക്കാൻ ഗോവയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 51ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് പനാജിയിൽ തുടക്കമായി. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ഡെലിഗേറ്റുകൾക്ക് നേരിട്ടും വെർച്വലായും സിനിമ കാണാൻ അവസരം. 7 തിയേറ്ററുകളിലായി 244 ചിത്രങ്ങൾ ഈ വർഷം പ്രദർശിപ്പിക്കും. കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് P. ചിദംബരം. പുതിയ കാർഷിക നിയമങ്ങൾ സർക്കാരിന്റെ ഏകപക്ഷീയ തീരുമാനമെന്ന് വിമർശനം. സർക്കാരിന് പിഴവ് പറ്റിയെന്ന് സമ്മതിക്കണമെന്നും P. ചിദംബരം. ഹരിയാനയിലെ ഹിസാറിൽ 20 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ബുധനാഴ്ച ഹിസാർ ഡൽഹി ബൈപ്പാസിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ശിവനഗർ സ്വദേശി വിനോദ്, നവീൻ എന്നിവർ അറസ്റ്റിൽ. രാജസ്ഥാനിൽ ഇതുവരെ 5000-ലധികം പക്ഷികളെ ചത്ത നിലയിൽ കണ്ടെത്തി. 17 ജില്ലകളിലും പക്ഷിപ്പനിയുടെ സാന്നിധ്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഫാമുകളും മാർക്കറ്റുകളും കേന്ദ്രീകരിച്ച് പരിശോധന കർശനമാക്കിയെന്ന് രാജസ്ഥാൻ മൃഗസംരക്ഷണ വകുപ്പ്. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളത്ര വാക്സിൻ ഡോസുകൾ ലഭ്യമാക്കുന്നതിനായുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി.
ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങൾക്കും അടിയന്തരമായി വാക്സിൻ വിതരണം ആരംഭിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ വാക്സിൻ തുക വഹിക്കാൻ സംസ്ഥാനം സന്നദ്ധമാണെന്നും മമതാ ബാനർജി. ഇന്ത്യൻ സൈന്യത്തിലെ 3129 ആരോഗ്യ പ്രവർത്തകർ ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. വരും ദിവസങ്ങളിൽ സേനയിലെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിക്കും. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് മരണം 20 ലക്ഷം കടന്നു. യൂറോപ്പിൽ വൈറസ് വ്യാപനം അതിരൂക്ഷമെന്ന റിപ്പോർട്ടുകൾ. ലോകത്താകെ 9,43,94,796 കോവിഡ് ബാധിതർ. അസ്ട്രാസെനേക കോവിഡ് വാക്സിൻ അംഗീകാരം നൽകി പാകിസ്ഥാൻ അംഗീകാരം നൽകുന്ന ആദ്യത്തെ കോവിഡ് വാക്സിനാണ് അസ്ട്രാസെനേക. 10 ലക്ഷം ഡോസ് വാക്സിനാണ് പാകിസ്ഥാൻ കരാർ നൽകിയിരിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അനുകൂലികൾ നടത്തിയ ക്യാപിറ്റോൾ ആക്രമണത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ FBI ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. കേസുമായി ബന്ധപ്പെട്ട 12 പേരെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തു. അമേരിക്കൻ ആരോഗ്യ സെക്രട്ടറി അലക്സ് അസർ രാജിവെച്ചു. കഴിഞ്ഞയാഴ്ചയുണ്ടായ ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. എയർഫോഴ്സ് വണ്ണിൽ ഫ്ലോറിഡയ്ക്ക് മടങ്ങാനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരത്തിലേറുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരിക്കും ട്രംപിന്റെ മടക്കയാത്ര. ഫ്ലോറിഡയിലെ വീട്ടിലേക്കാണ് ട്രംപിന്റെ മടക്കം. ഗ്രീസിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു. 10,000-ലധികം ആരോഗ്യ പ്രവർത്തകർ ആദ്യ ദിനം കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. 75,000 ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകുക. ലോകത്ത് ബാലവേല വർദ്ധിക്കുന്ന റിപ്പോർട്ടുകൾ. ജനീവ ആസ്ഥാനമായുള്ള UN ഏജൻസിയായ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഉഗാണ്ടയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യൊവേറി മുസവെനിക്ക് വിജയം. പോൾ ചെയ്തതിൽ 58% വോട്ട് നേടിയാണ് മുസവെനി വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായി പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ 3 നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ എമിറേറ്റ്സ് താൽക്കാലികമായി നിർത്തിവെച്ചു. നടപടി ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് ബാധയെ തുടർന്ന്. ലിബിയയിൽ ഐക്യരാഷ്ട്രസഭ പുതിയ സ്ഥാനപതിയെ നിയമിച്ചു. മുതിർന്ന നയതന്ത്രജ്ഞൻ ജാൻ കുബീസാണ് പുതിയ സ്ഥാനപതി. മുൻ സ്ഥാനപതി ഗസൻ സലാമി കഴിഞ്ഞ മാർച്ചിലാണ് സ്ഥാനമൊഴിഞ്ഞത്. ക്യാപിറ്റോൾ ആക്രമണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. US ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റിസ് ഇൻസ്പെക്ടർ ജനറലാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ മാസം 6-നാണ് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ ആക്രമണം നടത്തിയത്. ബ്രിട്ടനിലെ ആഭ്യന്തര ഉൽപാദനത്തിൽ 2.6% ഇടിവ് രേഖപ്പെടുത്തിയതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്. കോവിഡ് വ്യാപനം മൂലം സാമ്പത്തിക മേഖലയിലുണ്ടായ തകർച്ചയാണ് ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവിന് കാരണം. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ സേനയെ പിൻവലിക്കാനൊരുങ്ങിയ റഷ്യ. തെരഞ്ഞെടുപ്പ് നടപടികൾ അവസാനിച്ചതോടെയാണ് സേനാ പിന്മാറ്റം. 300 സൈനികരെയാണ് റഷ്യ ഇവിടെ എത്തിച്ചിരുന്നത്. ജർമ്മനിയിൽ ഭരണപക്ഷ പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. അർമിൻ ലാസറ്റാണ് പുതിയ ചെയർമാൻ. ചാൻസലർ എംഗല മെർക്കലിന് പിൻഗാമിയായി ലാസറ്റ് അധികാരത്തിലെത്തുമെന്ന് സൂചന. ഗ്വാട്ടിമാല അതിർത്തി കടക്കാനെത്തിയ കുടിയേറ്റക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടി. അതിർത്തി കടക്കാനെത്തിയവരെ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണം. 6,000-ലധികം ആളുകളാണ് അമേരിക്കയിലേക്ക് കടക്കാനായി എത്തിയത്. കൊളംബിയൻ വിമത റവല്യൂഷണറി ആംഡ് ഫോഴ്സിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ട്വിറ്റർ. നടപടി ട്വിറ്റർ നിയമങ്ങൾ ലംഘിച്ചതിന്. ഖത്തറിൽ എംബസി തുറക്കാനൊരുങ്ങി സൗദി അറേബ്യ. ഖത്തറുമായി നയതന്ത്ര സഹകരണം പുനരാരംഭിച്ചതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. നേരത്തെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന മിസൈലാണ് പരീക്ഷിച്ചത്. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ കഴിയുന്നതാണ് പുതിയ മിസൈൽ എന്ന് ഇറാൻ സൈനിക മേധാവി. അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ താലിബാൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. സർക്കാർ മന്ദിരത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സെർബിയയിൽ ചൈനയുടെ സിനോഫോം വാക്സിൻ വിതരണത്തിനായി എത്തിച്ചു. 10 ലക്ഷം ഡോസ് വാക്സിനാണ് ആദ്യഘട്ടത്തിൽ വിതരണത്തിനായി എത്തിച്ചത്. ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ കളി മഴ തടസ്സപ്പെടുത്തി. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 369 റൺസിന് പുറത്ത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടമായി. അരങ്ങേറ്റ ഇന്നിംഗ്സിൽ 3 വിക്കറ്റുമായി ടി നടരാജനും ഷാർദുൽ ഠാക്കൂറും വാഷിംഗ്ടൺ സുന്ദർ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടൂർണമെന്റിനെത്തിയ 47 കളിക്കാരോട് ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശം. കളിക്കാരെത്തിയ പ്രത്യേക വിമാനത്തിലെ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ബ്രോമിന് ജയം. വോൾഫ്സ് FCയെ 2-നെതിരെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മാത്യൂസ് പെരേരയ്ക്ക് ഇരട്ട ഗോൾ. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 1-ാം ഇന്നിംഗ്സിൽ 286 റൺസിന്റെ ലീഡ്. ജോ റൂട്ടിന് ഇരട്ട സെഞ്ചുറി. 2-ാം ഇന്നിംഗ്സിൽ ശ്രീലങ്കയ്ക്ക് മികച്ച തുടക്കം. ദേശീയ ഹോക്കി ലീഗ് മാറ്റിവെച്ചു. തീരുമാനം കോവിഡ് വ്യാപനത്തെ തുടർന്ന്. കളിക്കാരിൽ പലർക്കും നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു.
ബ്രൂക്ക് ലൈൻ നൈറ്റ് താരം കേറി ഇർവിന് $50,000 പിഴ ചുമത്തി നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ. നടപടി മാസ്ക് ധരിക്കാതെ ഇൻഡോർ പാർട്ടിയിൽ പങ്കെടുത്തത്. ജില്ലാ വാർത്ത. തിരുവനന്തപുരം ജില്ലയിൽ പച്ചക്കറി മോഷ്ടിച്ച് സ്വന്തം കടയിൽ വിൽപ്പന നടത്തിവന്നിരുന്നയാൾ അറസ്റ്റിൽ. പിടിയിലായത് പള്ളിപ്പുറം സ്വദേശി ഷിബു. തിരുവനന്തപുരം കണിയാപുരത്ത് സ്വർണ്ണക്കടയ്ക്ക് നേരെ ബോംബെറിഞ്ഞ് മോഷണം നടത്തിയ കേസിലെ പ്രധാന പ്രതി പിടിയിൽ. കടനംകുളം പുതുക്കുറിച്ചി സ്വദേശി തമ്പുരു വിഷ്ണുവാണ് അറസ്റ്റിലായത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കല്ലുവട്ടാങ്കുഴി സ്വദേശി ജിഷ്ണുവാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്നയാളെ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകനും കോളേജ് വിദ്യാർത്ഥിനിക്കും പരിക്ക്. സുജേഷ്, വിലൈമോൾ എന്നിവർക്കാണ് പന്നിയുടെ കുത്തേറ്റത്. സുജേഷിനെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊല്ലം ദേശീയപാതയിൽ നീണ്ടകര പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിൽ. കൈവരികളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്തില്ലെന്ന ആക്ഷേപം ശക്തം. മാസങ്ങൾക്ക് മുൻപാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നത്. കൊല്ലം ആയൂർ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ പാചകപ്പുര നിർമ്മിച്ചു നൽകി. 1993 SLC ബാച്ചുകാരാണ് 2.5 ലക്ഷം രൂപ സമാഹരിച്ച് പാചകപ്പുര നിർമ്മിച്ചത്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 355 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 352 പേർക്ക് സമ്പർക്ക രോഗബാധ. 442 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 487 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 477 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായത്. 30 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോട്ടയം കുറിച്ചിയിലെ രാജാസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെബിനാറിൽ പ്രശസ്ത എയ്റോനോട്ടിക്കൽ എഞ്ചിനീയർ ടോം എച്ച് വോക്കർ അതിഥിയായി എത്തി. വെബിനാറിൽ പർപ്പസ്ഫുൾ ലൈഫ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലയിൽ ഇന്ന് 181 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 176 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ. കൊച്ചി കളമശ്ശേരിയിൽ ആയുധങ്ങളുമായി ഗൂണ്ടാ സംഘം അറസ്റ്റിൽ. ആലുവ സ്വദേശികളായി ബേസിൽ, മുഹമ്മദ് ഫാസിൽ, മിഥുൻ, അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളെന്ന് പോലീസ്. സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. തൃശൂർ ജില്ലയിൽ 421 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 406 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. ജില്ലയിൽ 367 പേർക്കാണ് ഇന്ന് രോഗമുക്തി. പാലക്കാട് ജില്ലയിൽ ഇന്ന് 348 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 212 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 218 പേർക്ക് രോഗമുക്തി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ വിനോദസഞ്ചാരികൾ മുങ്ങിമരിച്ചു. ദുരന്തത്തിൽപ്പെട്ടത് തിരുപ്പൂർ സ്വദേശികളായ കിഷോർ, കൃപാകരൻ എന്നിവർ. അപകടം കരപ്പാറപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. മലപ്പുറം താനൂർ തൃക്കൈക്കാട്ട് ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിയാർ ശ്രീമദ് കൃഷ്ണ ബ്രഹ്മാനന്ദ തീർത്ഥയുടെ സംസ്കാര ചടങ്ങ് നടന്നു. തൃക്കൈക്കാട്ട് മഠത്തിൽ വെച്ചായിരുന്നു സമാധി ഇരുത്തൽ ചടങ്ങുകൾ. മലപ്പുറത്ത് ചെന്നൈ മംഗലാപുരം സ്പെഷ്യൽ ട്രെയിനിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ക്രൈം പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലത്തിന്റെ രേഖകൾ PK അബ്ദുറബ്ബ് MLA കൈമാറി. ജനുവരി 23 മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 722 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സമ്പർക്കം വഴി 710 പേർക്ക് രോഗബാധ. ജില്ലയിൽ ചികിത്സയിലായിരുന്ന 561 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. വയനാട് ജില്ലയിൽ ഇന്ന് 238 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 235 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ചികിത്സയിലിരുന്ന 180 പേർക്ക് രോഗമുക്തി. പച്ചമലയാളം, അച്ചി ഹിന്ദി സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെ പരീക്ഷ വയനാട് ജില്ലയിൽ 7 കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. GHS തോമാട്ടുചാൽ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലവയൽ തുടങ്ങിയ സ്കൂളുകളിലാണ് പരീക്ഷ നടക്കുന്നത്. വയനാട് മാനന്തവാടി താലൂക്കിലെ തൊണ്ടാ ഡാം പദ്ധതിക്കെതിരെ പ്രദേശത്തെ ജനങ്ങൾ സമരരംഗത്തേക്ക്. പദ്ധതി ഉപേക്ഷിക്കും വരെയും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂരിൽ 8 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു. കുടിയാൻമല പുലിക്കുരുമ്പ സ്വദേശിനി സജിത, മകൾ അഭിനന്ദന എന്നിവരാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്ന് സജിതയുടെ ആത്മഹത്യാക്കുറിപ്പ്. വീണ്ടും 100 ന്യൂസിലേക്ക് നോക്കാം. എന്റർടൈൻമെന്റ് ന്യൂസ്. മലയാള ചിത്രം വെള്ളത്തിന്റെ ട്രെയിലർ പുറത്ത്. തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് G. പ്രജേഴ്സൻ, ജയസൂര്യയും സംയുക്ത മേനോനുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രഭാസ് നായകനാകുന്ന ചിത്രം സലാറിന്റെ പൂജ ഹൈദരാബാദിൽ നടന്നു. പ്രശാന്ത് നീലാണ് ചിത്രത്തിന്റെ സംവിധാനം. ഹൊമ്പാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരകണ്ടൂറാണ് ചിത്രത്തിന്റെ നിർമ്മാണം. രാമനായിഡു സ്റ്റുഡിയോയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. നോക്കാം ഫാക്ട് ചെക്ക്.
അഫ്ഗാനിസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടിയെ ഇന്ത്യൻ ടൂറിസ്റ്റ് ബലാത്സംഗം ചെയ്തുവെന്ന് പാകിസ്ഥാൻ വാർത്താ ഏജൻസിയുടെ വ്യാജ പ്രചാരണം. മീററ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത അബ്ദുള്ള എന്നയാളുടെ ചിത്രമാണ് വാർത്തയോട് ചേർത്ത് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. മകരസംക്രാന്തി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പട്ടം പറത്തലിനെതിരെ പ്രതിഷേധിക്കുന്ന പെൺകുട്ടി എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. 2017 ഡൽഹിയിൽ ഒരു NGO സംഘടിപ്പിച്ച ക്യാമ്പയിനിലെ ദൃശ്യമാണിത്. മൃഗസംരക്ഷണത്തിന് പ്രാധാന്യം നൽകണമെന്നും പട്ടം പറത്തലിലൂടെ പക്ഷികൾ ചാകുന്നുവെന്നും കാണിച്ചുള്ള ക്യാമ്പയിനിലെ ദൃശ്യമാണിത്. മകരസംക്രാന്തിയുമായി ചിത്രത്തിന് ബന്ധമില്ല. വിരാട് കോഹ്ലിയുടെയും അനുഷ്ക ശർമ്മയുടെയും മകൾ എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. 2010 ബോളിവുഡ് താരം കരിഷ്മ കപൂറിന് ആൺകുഞ്ഞ് ജനിച്ചപ്പോൾ പങ്കുവച്ച ചിത്രമാണ് വിരാട് കോഹ്ലിയുടെയും അനുഷ്കയുടെയും കുടുംബചിത്രം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. മഹാരാഷ്ട്രയിൽ 2910 പേർക്ക് കൂടി കോവിഡ്. 52 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 50,388. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 51,965 പേർ. പശ്ചിമ ബംഗാളിൽ കോവിഡ് വാക്സിനുകൾ കുറവെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണത്തിനെതിരെ വിമർശനവുമായി BJP. നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ വാക്സിനേഷൻ ദൌത്യത്തെ മമതാ ബാനർജി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് BJP. കർഷക നേതാക്കൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് NIA നോട്ടീസ് നൽകിയതിനെ വിമർശിച്ച് ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ കർഷകരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് സുഖ്ബീർ സിംഗ് ബാദൽ. ഗുജറാത്തിലെ അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് പ്രധാനമന്ത്രി ഭൂമി പൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് പൂർത്തിയാകുന്നു.